ഹലോ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു ഹെയർ സിറം ആണ്. രാത്രി കിടക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ട് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെയർ സിറം ആണ് ഇത്. പിന്നെ ഇത് രാത്രി മാത്രമല്ല, നിങ്ങൾക്ക് പകലും യൂസ് ചെയ്യാം. രാത്രി നമ്മൾ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് കുറേ നേരം തലയിലിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്നൊരു റിസൾട്ടും കിട്ടും. ഈ ഒരു ഹെയർ സിറം നിങ്ങൾ യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ മുടി വളരാൻ സഹായിക്കും. അതുമാത്രമല്ല, താരൻ, മുടി കൊഴിച്ചിൽ, അകാലനര ഇതൊക്കെ മാറാനും ഒക്കെ സഹായിക്കുന്നതാണ്. കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും എഫക്റ്റീവ് ആയിട്ടുള്ള വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ സിറം നമുക്കും വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഹെയർ സിറം ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കരിഞ്ജീരകമാണ്. കരിഞ്ജീരകം മുടി വളരാനൊക്കെ നല്ലതാണ്. പിന്നെ പെട്ടെന്നുണ്ടാകുന്ന മുടി കൊഴിച്ചിലൊക്കെ നമുക്ക് കുറയ്ക്കാനൊക്കെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് കരിഞ്ജീരകം. പിന്നെ പുതിയ മുടി വളരാനും മുടിക്ക് നല്ല കറുപ്പ് കളറ് കിട്ടാൻ, അകാലനരയൊക്കെ കുറയ്ക്കാനൊക്കെ സഹായിക്കും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് 2 ടീസ്പൂൺ കരിഞ്ജീരകമാണ്. 2 ആഴ്ച യൂസ് ചെയ്യാനുള്ള അത്രയും കരിഞ്ജീരകത്തിൻ്റെ സിറമാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് ഞാൻ 2 സ്പൂൺ കരിഞ്ജീരകമാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, എന്നാൽ കേടാവില്ല. ഇനി നമുക്കിത് കുറച്ച് വെള്ളം ചേർത്തിട്ട് തിളപ്പിച്ചെടുക്കാം. ഞാൻ ഒരു ചെറിയ കപ്പ് വെള്ളം ചേർത്തിട്ടാണ് തിളപ്പിക്കുന്നത്. കാരണം സിറം ആയതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ അളവിൽ നമ്മൾ യൂസ് ചെയ്താൽ മതി, ഒരുപാടൊന്നും വേണ്ട. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ നിങ്ങൾ തിളപ്പിച്ചെടുത്താൽ മതി. മുടി കൊഴിഞ്ഞിട്ട് കഷണ്ടി ആയവരിൽ വരെ മുടി വളരാൻ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ് കരിഞ്ജീരകം. പിന്നെ അതുകൂടാതെ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് കുറയ്ക്കാനും മുടിക്ക് നല്ല ആരോഗ്യം കൊടുക്കാനും, പിന്നെ ചിലർക്ക് തലയിൽ ചൊറിച്ചിൽ, താരന് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. താരൻ അല്ലാതെയും ചിലർക്ക് ചൊറിച്ചിൽ, ചെറിയ കുരുക്കളൊക്കെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ മാറിക്കിട്ടാനൊക്കെ ഈ ഒരു കരിഞ്ജീരകം നല്ലതാണ്. ഒരു 5 മിനിറ്റോളം നിങ്ങളിങ്ങനെ കരിഞ്ജീരകം തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്കത് ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ കരിഞ്ജീരകത്തിൻ്റെ വെള്ളമൊക്കെ തണുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരിച്ചെടുക്കണം. ഈ ഒരു വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കട്ടൻ ചായയുടെ ഒക്കെ ആ ഒരു കളറിലേക്ക് മാറും കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഹെയർ സിറം ഉണ്ടാക്കാനുള്ള കരിഞ്ജീരകത്തിൻ്റെ വെള്ളം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എൻ്റെ തന്നെ പ്രോഡക്റ്റ് ആയിട്ടുള്ള അലോവേര ജെല്ലാണ്. അപ്പോൾ ഇത് വാങ്ങിയിട്ട് യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. ഒന്നര സ്പൂൺ അലോവേര ജെല്ലാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അലോവേര ജെല്ല് തന്നെ ചേർത്ത് കൊടുക്കണം എന്ന് നിർബന്ധമില്ല. അതിന് പകരമായിട്ട് നിങ്ങൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ഏതെങ്കിലും എണ്ണ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ മുടി കുറച്ചും കൂടെ സോഫ്റ്റ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആൽമണ്ട് ഓയിലോ ഒലീവ് ഓയിലോ അങ്ങനെ എന്തും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കറ്റാർവാഴേൻ്റെ ജെല്ല് എടുത്തിട്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇങ്ങനെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു അലോവേര ജെല്ല് എടുത്തിട്ടുള്ളത് നമുക്ക് സിറത്തിൻ്റെ കൺസിസ്റ്റൻസിയിലേക്ക് വരാനാണ്. അപ്പോൾ അലോവേര ജെല്ല് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക.
അങ്ങനെ നമ്മുടെ ഹെയർ സിറമൊക്കെ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ മുടി വളർച്ചയ്ക്ക് കുറച്ചും കൂടെ എഫക്റ്റീവ് ആകുന്ന വേറെ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കരിഞ്ജീരകം മാത്രം തിളപ്പിച്ചിട്ട് ആ ഒരു വെള്ളം യൂസ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും. ഇനി ഈ ഒരു സിറം നിങ്ങൾ ഒരു അടപ്പുള്ള പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാന്നുണ്ടെങ്കിൽ 2 ആഴ്ച വരെയൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. അപ്പോൾ രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ മുടിയിലെ കെട്ടൊക്കെ പോക്കി നല്ല വൃത്തിയാക്കിയിട്ട്, പിന്നെ ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും യൂസ് ചെയ്യാവുന്നതാണ്. മുടിയൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയ ശേഷം ഒരു 10 ഡ്രോപ്സോളം കയ്യിലെടുക്കുക. അതിനുശേഷം നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ 10 തുള്ളി കറക്റ്റായിട്ട് എടുക്കാൻ ഇതുപോലെയുള്ള ഡ്രോപ്പറൊന്നും ഇല്ലെങ്കിൽ അത് കുഴപ്പമൊന്നുമില്ല. 1/2 ടീസ്പൂൺ അളവിൽ ഈ ഒരു സിറം നിങ്ങൾ കയ്യിൽ വെച്ച് ഒന്ന് ഉരച്ചിട്ട് നിങ്ങളിത് സ്കാൽപ്പിൽ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് മുടിയിലേക്കല്ല കേട്ടോ അപ്ലൈ ചെയ്യേണ്ടത്, നമ്മൾ മെയിനായിട്ടും സ്കാൽപ്പിലേക്കാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എല്ലായിടത്തേക്കും ആക്കി കൊടുത്തിട്ട് നല്ല മസാജ് കൊടുക്കുക. അതിനുശേഷം മുടി കെട്ടി വെച്ച് കിടന്നുറങ്ങുക. ഇങ്ങനെ കുറച്ച് ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ എല്ലാ ദിവസവും രാത്രി യൂസ് ചെയ്യുക. പിന്നെ രാത്രി മാത്രമല്ല, നിങ്ങൾക്ക് പകലും ഇത് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ ഒന്ന് പകുതി ഉണങ്ങിയ ശേഷം നിങ്ങൾക്ക് ഈ ഒരു സിറം എടുത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്തിട്ട് ചുരുങ്ങിയത് നിങ്ങളൊരു 2 മണിക്കൂറെങ്കിലും ഇത് വെച്ചിരുന്നാലേ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കുക. പ്രത്യേകിച്ചും മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ടുള്ളവർ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ നല്ല റിസൾട്ട് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് കമൻറ്റിലൂടെ അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്